ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഇതുപോലെ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾക്ക് പുറത്തുനിന്നുള്ള കാറ്റും വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ നമ്മുടെ കിച്ചണിലേക്ക് വരും. അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും ഒക്കെ നമുക്ക് ഉണ്ടാവുക. നമ്മുടെ കിച്ചണിലേക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അകത്തുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ ജനാലിലൊക്കെ തുറന്നിടുമ്പോൾ അതൊക്കെ പുറത്തേക്ക് പോകും. നല്ലൊരു കാറ്റൊക്കെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും കേട്ടോ. അപ്പം കിച്ചണിലെ ജനാലകളൊക്കെ എപ്പോഴും തുറന്നിടാനായിട്ട് ശ്രമിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റവ് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ ഒരു ചായ ഇട്ടാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മട്ടും അഴുക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാസ് സ്റ്റൗവിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ തുടച്ച് വൃത്തിയാക്കി ഇതുപോലെ നീറ്റാക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അടുത്തത് നമ്മുടെ കിച്ചൺ സിങ്ക് ആണ് കേട്ടോ. നമ്മൾ പാത്രങ്ങളൊന്നും കുന്നുകൂട്ടി ഇടാതെ അതുപോലെ തന്നെ അഴുക്ക് പിടിച്ചൊന്നും നമ്മുടെ കിച്ചൺ സിങ്ക് വെക്കാതെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ രാത്രിയിൽ കഴുകാതെയൊക്കെ കൂട്ടിയിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിൽ വരാനോ ജോലി ചെയ്യാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിച്ചൺ സിങ്ക് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ കിച്ചണിലുണ്ടാവും കേട്ടോ. അടുത്തത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചപ്പ് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ചെടികളൊക്കെ ഒന്ന് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ വില കൂടിയ ചെടികളൊന്നും നമ്മൾ വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള മണി പ്ലാന്റോ ലക്കി ബാമ്പോ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ എല്ലായിടത്തുനിന്നും. അതൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഒന്നോ രണ്ടോ പോട്ടുകളിലൊക്കെ ആക്കി ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ലൊരു പച്ചപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവും. അതുപോലെ നമ്മുടെ കിച്ചണിലെ ബാഡ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി ഇതുപോലെ ഒരു അഗർബത്തിയോ എന്തെങ്കിലും ഒരു ചന്ദനത്തിരിയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മണം അടിക്കുമ്പോൾ ആ പുകയൊക്കെ വേണം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിൽ. അടുത്തത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ കുറച്ച് ഉപ്പെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് നമ്മുടെ കിച്ചണിൽ എവിടെ വേണമെങ്കിലും ഇത് വെക്കാം കേട്ടോ. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും നമ്മുടെ കിച്ചണിൽ കേട്ടോ. അപ്പോൾ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവാതെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് എപ്പോഴും നമ്മുടെ കിച്ചണിലുണ്ടാവും കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പം നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊന്നും അധികം സാധനങ്ങളൊന്നും വാരി വലിച്ചിടാതെ അത്യാവശ്യം സാധനങ്ങൾ മാത്രം വെക്കുക. എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ കുഞ്ഞു ടിപ്പാണ് എല്ലാം പറഞ്ഞത്. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്